പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നമ്മുടെ കൺട്രോൾ പോവുകയും ചെയ്യുന്ന സമയമുണ്ട്. കർത്താവെ, അങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും എതിരെ വരുന്ന വാഹനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു, കുറുകെ വരുന്ന വാഹനങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യാത്ര തുടങ്ങി തിരിച്ച് വീട്ടിലെത്തുന്നതുവരെ സ്വസ്ഥവും സുരക്ഷിതവും സമാധാനത്തോടെ തിരിച്ചെത്താൻ നിങ്ങളുടെ യാത്രകളെ പരിശുദ്ധ ദേവമാതാവിനെ ഏൽപ്പിക്കുന്നു, നിങ്ങളുടെ വാഹനങ്ങളെ ഏൽപ്പിക്കുന്നു. അത് കൈകാര്യം ചെയ്യുന്ന എല്ലാ സമയങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കരുണ. പിന്നെ നിങ്ങളുടെ യാത്രയുടെ ലക്ഷ്യങ്ങൾ, 100 പേരുണ്ടെങ്കിൽ 100 ലക്ഷ്യങ്ങളിലേക്കാണ് യാത്ര ചെയ്യണത്. ചിലപ്പോൾ അവിടെ കഴിവുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം, അമിതമായി അവിടെ കഴിവിനെ ആശ്രയിക്കും. അത് നടക്കാതെ വരുമ്പോൾ നമ്മുടെ ദിവസവും പോകും, സമയവും പോകും. കർത്താവെ, യാത്രകൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് യാത്ര ചെയ്യാനുള്ള കൃപ അങ്ങനെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോകുന്ന സ്ഥലങ്ങളിൽ ഇടപെടുന്ന വ്യക്തികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, സംസാരിക്കുന്ന വർത്തമാനങ്ങൾ എല്ലാം ഇന്ന് പരിശുദ്ധ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിലെ ഈശോയ്ക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, ഉദ്യമങ്ങൾ നീ അനുഗ്രഹിക്കണമേ, ഉദ്യമങ്ങൾ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പരിധി നിൽക്കാത്ത വിഷയങ്ങൾ നീ ഏറ്റെടുക്കുകയും ഞങ്ങളെ സന്ധിക്കുകയും ചെയ്യണമേ. കർത്താവ്, ഞങ്ങൾക്കുണ്ടാകുന്ന ചില ക്ലേശങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കാനും പ്രാർത്ഥന എരിവുള്ളതാക്കാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാ അനുഭവങ്ങളിലൂടെയൊക്കെ കർത്താവിലേക്ക് ഞങ്ങൾ തിരിച്ചെത്തുവാനുള്ള കൃപയായി ഞങ്ങളെ വിവേചിക്കുകയും നയിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സാമ്പത്തിക വിഷയങ്ങൾ കർത്താവിൻ്റെ തിരുസനി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ വിഷയങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലയിൽ പോകുന്നവർ, സാമ്പത്തിക സ്ഥാപനങ്ങളിൽ പോകുന്നത്, സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി പോകുന്നത്, ആരോഗ്യ പരിപാലനത്തിനായി പോകുന്നത്, ആശുപത്രി പോകുന്നവർ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവെ, ജീവിത ഉദ്യമങ്ങൾക്ക് വേണ്ടി ഓരോ വ്യക്തികളെ കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ നീ ആശ്രയിക്കുന്നു. ശനിയാഴ്ചയുമായിട്ട് പെരക്ക് സ്ഥാനം കാണുന്ന ദിവസങ്ങളുണ്ട്, സ്ഥാനം കാണുന്നവരുണ്ട്, പെരുപണി തുടങ്ങുന്നവരുണ്ട്, അടുക്കളപ്പണി വർക്ക് ഏരിയ തുടങ്ങുന്നവരുണ്ട്. അങ്ങനെ പല പല പുതിയ ഉദ്യമങ്ങൾ തുടങ്ങുന്നത് ആൾക്കാർ ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള എല്ലാ ഉദ്യമങ്ങളെയും, കടകമ്പോളങ്ങൾ നടത്തുന്നവരുണ്ട്, പുതുതായിട്ട് കട ആരംഭിക്കുന്നവരുണ്ട്, പുതുതായിട്ട് തൊഴിലിടുന്നവരുണ്ട്. കർത്താവെ, പലതരത്തിൽ ഈശോയെ കാവൽക്കാരും മീൻ വളർത്തുന്നവരും മീൻ പിടിക്കുന്നവരുണ്ട് ഈശോയെ. അവരെല്ലാം നീ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവരുടെ ഉദ്യമങ്ങളെല്ലാം നീ ആശീർവദിക്കണ കർത്താവ്. ചാലുകളിൽ മീൻ ചത്തുപോകുന്നതായിട്ട് പരാതി പറയുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ മക്കളെയും അതുകൊണ്ട് എന്തുകൊണ്ടാണോ ഞങ്ങൾ ജീവിക്കുന്നത് ആ ജീവിത മേഖലകൾ നീ ഇപ്പോൾ ആശീർവദിക്കണം. അതിൻ്റെ ദോഷതടസ്സങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു സ്തോത്രം, യേശു നന്ദി, യേശു ആരാധന. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, പിന്നെ ഉണ്ടല്ലോ, നമ്മൾ എന്നും കൊന്നും ഇങ്ങനെ വിശ്വാസികളായാൽ മാത്രം മതിയോ?